അതിനപ്പുറം മണ്ണിനടിയിൽ വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും എത്ര പേർ പെട്ടുപോയിട്ടുണ്ട് എന്നതിൻ്റെ യാതൊരു വിവരങ്ങളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇല്ല എന്നതും അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. ഒരു പക്ഷേ നമ്മൾ ഈ കണ്ടതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ ദുഃഖകരമായ നിമിഷങ്ങൾ നമുക്ക് താണ്ടേണ്ടതുണ്ടോ എന്ന ചോദ്യം അത് അവശേഷിപ്പിക്കുകയാണ്. MS അനീഷ് കുമാർ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, ഒരു ഭാഗത്ത് പാലം നിർമ്മാണത്തിനുള്ള നീക്കങ്ങൾ അതിവേഗം നടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ തന്നെ റോപ്പിലൂടെ മൃതദേഹങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ആ കാഴ്ചകൾ ഇനിയും ഉണ്ടാകരുതേ എന്ന് നമ്മൾ ഓരോ തവണയും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതൊരു തുടർ പ്രോസസ്സ് പോലെ അവിടെ നിന്ന് ഓരോ മൃതദേഹങ്ങളായി അവർ ഇങ്ങോട്ടേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കെട്ടിടാവശിഷ്ട ഭാഗങ്ങളൊക്കെ ഇളക്കി നടത്തുന്ന തെരച്ചിലാണോ ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത്? തീർച്ചയായും നേരത്തെ ഈ സേനാ വിഭാഗങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഈ കൂടുതൽ ആളുകളെ ജീവനോടെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്കിപ്പോൾ ദുരന്ത ഭൂമിയിൽ നിന്നും നൽകാൻ കഴിയുന്ന ചിത്രങ്ങൾ. നിലവിൽ ലഭ്യമായ ലഘുവായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കട്ടറുകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ, അല്ലെങ്കിൽ ഈ വീടിന്റെ അവശിഷ്ടങ്ങളുമൊക്കെ മുറിച്ച് മാറ്റി നടത്തുന്ന പരിശോധനയിലാണ് ഇത്തരം ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ജീവനോടെ ഇനി എത്ര പേര് ഇതിനകത്തുണ്ടാവും എന്ന് ഇപ്പോഴും പറയാൻ കഴിയാത്ത സാഹചര്യം. നിലവിലെ മരണനിരക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നതിനേക്കാൾ ഭീതിതമായ ഒരു കണക്ക് തന്നെയാവുമെന്ന സൂചനകൾ തന്നെയാണ് നേരത്തെ ADGP പോലീസിൽ നിന്നും നൽകിയത്. കാരണം ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിലെ ഏതാണ്ട് 90% വീടുകളും നിശേഷം തകർന്നു പോയിരിക്കുന്നു. ചിലയിടങ്ങളിൽ വീടുണ്ടായിരുന്നു എന്ന അവശേഷിപ്പുകൾ പോലും ഇല്ലാതെ തകർന്നു പോയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് ആ വീടുകൾക്കുള്ളിൽ ഇനിയും ജീവനോടെ ആളുകൾ അവശേഷിക്കാനുള്ള സാധ്യതകൾ പോലും തുച്ഛമാണ്. പക്ഷേ അത്ഭുതങ്ങൾക്കായി എപ്പോഴും രക്ഷാപ്രവർത്തകർ പ്രതീക്ഷിക്കും. ഒപ്പം ജീവന്റെ കണികയെങ്കിലും ഉള്ളിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് എത്തിക്കുക എന്ന ശ്രമകരമായ ദൗത്യം. പക്ഷേ അത് ഇപ്പോൾ നടക്കുന്ന രീതിയിലുള്ള സാധാരണ തെരച്ചിലിന് കഴിയില്ല. ചെറിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലിനും കഴിയില്ല. വളരെ വിശദമായ ഹിറ്റാച്ചി പോലുള്ള ഉപകരണങ്ങൾ അപ്പുറത്തേക്ക് പോവുകയും വിശാലമായ അർത്ഥത്തിൽ ഈ മുറിച്ചു മാറ്റാൻ പറ്റുന്ന വീടിന്റെയും കോൺക്രീറ്റിന്റെയും മറ്റുമൊക്കെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയും നടത്തുന്ന പരിശോധനകൾ. കാരണം നമ്മൾ പലരെയും കണ്ടിരുന്നു. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും ആശുപത്രിയിലും ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്തുമൊക്കെ നമ്മൾ നിരവധി ആളുകളെ കണ്ടിരുന്നു. അവരിൽ പലരുടെയും ഉറ്റവരെ കാണാനില്ല, അവരെക്കുറിച്ച് യാതൊരു വിവരങ്ങളുമില്ല എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ 9 പേരൊക്കെ മരിച്ചെടുത്തെന്നും 4 പേരുടെ മൃതദേഹങ്ങൾ മാത്രം ഇനിയും ലഭിക്കുമ്പോൾ ഈ ആശുപത്രികളിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഓരോ മൃതദേഹങ്ങളും പോയി തങ്ങളുടെ ഉടയവരാണോ എന്ന് പരിശോധന നടത്തുന്ന ആളുകളുടെ പ്രതീക്ഷകൾ അത്രയും ഒരുപക്ഷെ ഈ കോൺക്രീറ്റ് കൂമ്പാരങ്ങൾക്കിടയിലാവാം എന്ന ഒരു ആശങ്ക. അതുതന്നെയാണ് ഈ 90%-ലധികം വീടുകൾ നിശേഷം തകർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ താൽക്കാലികമായ ഈ നദിക്ക് കുറുകെ ഈ ഉള്ള വെള്ളച്ചാട്ടത്തിന് മീതെ ഒരു വലിയ കൂറ്റൻ പാറക്കല്ലുകൾക്ക് അപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് സുഗമമായി എത്തുന്നതിനും സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനുമായി ഈ പാലം കഴിഞ്ഞാൽ യന്ത്രസാമഗ്രികൾ അങ്ങോട്ട് പോകും. പിന്നീട് പൂർണ്ണാർത്ഥത്തിലുള്ള തെരച്ചിൽ നടക്കുന്ന ഒരു സാഹചര്യം. രക്ഷാപ്രവർത്തകർ ഏതാണ്ട് 1000-ലധികം പേർ ഈ ദുരന്ത ഭൂമിയിൽ പലയിടത്തുമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. വരുന്ന സങ്കടപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക്. തീർച്ചയായും അനീഷ് അവിടെ നിന്ന് വിവരം നൽകിയാണ്. മറ്റൊരു മൃതദേഹം കൂടി കൊണ്ടുവരികയാണ് രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ 3ാമത്തെ മൃതദേഹവും എത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ ഈ കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കിയുള്ള പരിശോധന തുടരുമ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. ഇനി ജീവനോടെ അവശേഷിക്കുന്നവർ കുറവായിരിക്കുമെന്ന സൂചനകൾ ഉദ്യോഗസ്ഥർ തന്നെ നൽകുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും മുണ്ടക്കൈ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുമോ എന്ന ആശങ്ക ഉയരുകയാണ്. 15 മിനിറ്റിനുള്ളിൽ തന്നെ 3ാമത്തെ മൃതദേഹവും അവിടെ കരയ്ക്ക് എത്തിച്ചിരിക്കുന്നു. കാണാൻ കഴിയുന്നുള്ളൂ എത്രമാത്രം വലുതാണ് ആ ഉരുൾപൊട്ടൽ എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നോക്കൂ, അത് എത്രയും മുകളിൽ നിന്ന് ആ മലയിൽ നിന്ന് ഒലിച്ചെത്തിയ ഉരുൾ
എത്രയോ വലിയ ഒരു പ്രദേശത്തെയാണ് ഇല്ലാതാക്കിയത്. വലിയ ഒരു പുഴ പോലെ ആ മണ്ണ് വകഞ്ഞു മാറ്റി പോയിരിക്കുന്ന കാഴ്ച കാണാം. അവിടെ ആർക്കും മനുഷ്യന് സാധ്യമല്ല അതിനെ നേരിടുക. അതുകൊണ്ട് തന്നെയാണ് അത്രയും ദുരന്തത്തിൻ്റെ ആഘാതം അത് ഇത്രയും നമ്മൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തേക്ക് കടന്നുപോയത്. 151-ലേറെ മരണം ഇപ്പോൾ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3000-ഓളം പേരാണ് വിവിധ ക്യാമ്പുകളിലായിട്ട് ഉള്ളത്. നേരത്തെ നൂറുദ്ദീനും അവിടുത്തെ വാർഡ് മെമ്പറാണ് നൂറുദ്ദീൻ പറഞ്ഞതുപോലെ, ഒപ്പം മിനിസ്റ്റർ കെ രാജനും സൂചിപ്പിച്ചു അതേ കാര്യം തന്നെ. ഈ ക്യാമ്പുകളിലുള്ളവർ അവരുടെ ഉറ്റവരെ കാണാൻ വേണ്ടി വിലപിക്കുകയാണ്. എവിടെയാണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ക്യാമ്പുകളിലും ആശുപത്രികളിലുമൊക്കെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ മാത്രമാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുക. സങ്കടത്തിൻ്റെ ദൃശ്യങ്ങൾ അത് ഒരു പക്ഷേ നമുക്കത് നൽകണമോ എന്ന് അറിയില്ല. എങ്കിൽ പോലും നൽകാതെ വയ്യ എന്നുള്ളതാണ്. ഒരുപാട് സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു വയനാടും മേപ്പാടിയും എല്ലാം. യെസ്, അനുമോദ് പറഞ്ഞോളൂ. ദുരന്ത സ്ഥലത്ത് പാലം നിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ബെയ്ലി പാലം ഡൽഹിയിൽ നിന്ന് കണ്ണൂരിലെത്തിച്ചിരിക്കുന്നു. അവിടെ നിന്ന് റോഡ് മാർഗം അത് ഈ ചുരൽമലയിലേക്ക് എത്തിക്കാൻ ഉള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പൈലറ്റ് വാഹനത്തിന്റെ സഹായത്താൽ വളരെ വേഗം അത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം 3 പ്രത്യേക പരിശീലനം കിട്ടിയ റെസ്ക്യൂ ഡോഗുകളും അവിടെ സംഭവ സ്ഥലത്ത് എത്തിക്കും. ഈ മണ്ണിനടിയിൽ മനുഷ്യന്റെ സാന്നിധ്യമുണ്ടോ എന്നത് തിരയാൻ ആണ് ഈ ഡോഗുകളെ എത്തിക്കുന്നത്. അതിൻ്റെ കൂടി സഹായത്തോടു കൂടി വേണം ഇനി വളരെ ഊർജിതമായ രക്ഷാ ദൗത്യം നടക്കേണ്ടത്. ഇന്ന് പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമോ അതോ നാളത്തേക്ക് വരെ നീളുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അവിടെ ഇനി ആരും പരിക്കേറ്റ് അവശേഷിക്കുന്നില്ല എന്ന കാര്യം ചീഫ് സെക്രട്ടറി സൂചിപ്പിച്ചിരുന്നു. ആ രീതിയിൽ അവിടെ തെരച്ചിൽ നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. പരിക്കേറ്റ് രക്ഷാകരം കാത്തു കഴിഞ്ഞ എല്ലാവരെയും എത്തിക്കാൻ കഴിഞ്ഞു, ഈ മറുകരയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. മന്ത്രി കെ രാജൻ നേരത്തെ സൂചിപ്പിച്ചത് 486 പേരെയാണ് ഇന്നലെ പാലം പോലും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ട് നമുക്ക് കരക്കെത്തിക്കാൻ കഴിഞ്ഞത്. അവിടെ ഒറ്റപ്പെട്ടു പോയവർ, പരിക്കേറ്റ് അവിടെ തുടർന്നവർ, അവരെയൊക്കെ കരക്കെത്തിക്കാൻ കഴിഞ്ഞു. ഇനി ഈ വീടിൻ്റെ അവശിഷ്ടങ്ങൾ, അതിനുള്ളിൽ അകപ്പെട്ട് പോയിരിക്കുന്നവർക്കായുള്ള ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ് അവിടെ നടക്കേണ്ടുന്നത്. മനുഷ്യസാധ്യമായ ഇടങ്ങളിൽ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ആ തെരച്ചിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൂടുതൽ യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ കൂടുതൽ ആഴങ്ങളിലേക്ക് പരിശോധന സാധ്യമാവുകയുള്ളൂ. 8-10 അടി പൊക്കത്തിൽ മണ്ണും കല്ലും നിറഞ്ഞിരിക്കുകയാണ് വീടുകളിൽ. വീടിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും മണ്ണടിഞ്ഞ നിലകളിൽ. അപ്പോൾ ആ ഇടങ്ങളിലൊക്കെ ഹിറ്റാച്ചിയൊക്കെ എത്തിച്ച് കൂടുതൽ മണ്ണ് നീക്കിയുള്ള പരിശോധന ആവശ്യമാണ്. അതിനുള്ളിൽ ആരെങ്കിലുമൊക്കെ അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന പരിശോധന ആവശ്യമാണ്. അവരെ ജീവനോടെ പുറത്തെടുക്കുക എത്രമാത്രം സാധ്യമാണ് എന്ന കാര്യത്തിൽ വലിയ ആശങ്കകൾ അവശേഷിക്കുന്നുണ്ട്. മണ്ണിനടിയിൽ അകപ്പെട്ടു പോയവരെ കണ്ടെത്തുക പോലും വലിയ ബുദ്ധിമുട്ട് ആവും. എവിടെയൊക്കെ